നടൻ ജോജോ ജോർജിനെ പറ്റി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള പല പ്രതികരണങ്ങളാണ് എങ്കിലും ഈ റോഡിൽ തന്നെ ഒരു ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സിഗ്നൽ തെറ്റിക്കുന്നതിന്റെ സമയത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം അഗ്രസീവായിട്ടുള്ളതും പൊതുകാര്യത്തിൽ കയറി അഭിപ്രായങ്ങൾ പറയുന്നതും കൃത്യമായിട്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാൾ തന്നെയാണ് ജോജോ ജോർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു പുതിയ കേസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. പാസ്പോർട്ട് തിരിമറി നടത്തിയതിനു ശേഷം വിദേശത്തേക്ക് പോയി എന്ന രീതിയിലേക്കാണ് വരുന്നത്. പാസ്പോർട്ട് തിരിമറി നടത്തിയതിന്റെ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ തിരിമറി നടത്തിയത്, എന്ത് തിരിമറിയാണ് അതിനകത്തിൽ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നടൻ പാസ്പോർട്ട് തിരിമറി നടത്തിയിട്ട് വിദേശത്തേക്ക് പോകുന്നത്. എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ എന്ന് പറയുന്നത്? അതായത് 2023 ജോജോ ജോർജ് ഒരു ലണ്ടൻ യാത്ര നടത്തിയിരുന്നു. ഈ ലണ്ടൻ യാത്ര നടത്തിയ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേജ് ഷോ പരിപാടിയൊക്കെയായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് ഒക്കെ ബന്ധപ്പെട്ട കാര്യമായി 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ലണ്ടൻ യാത്ര നടത്തിയത്. ആ ലണ്ടൻ യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. പിന്നീട് എവിടെ തിരഞ്ഞിട്ട് അത് കണ്ടില്ല. പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്ത് അത് വീണ്ടും എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എവിടെയോ സ്ഥലത്ത് പോവേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് അദ്ദേഹം തൽക്കാൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അതായത് നമുക്ക് പാസ്പോർട്ടൊക്കെ കിട്ടിയ ആളുകൾക്ക് വീണ്ടും തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാം. തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷിച്ച് തൽക്കാൽ പാസ്പോർട്ടുമായിട്ട് നമുക്ക് പോയി വരാം. പക്ഷേ തൽക്കാൽ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ടൈം ഇപ്പോൾ ഒരു ദിവസം മുതൽ 2 ആഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കും ചിലപ്പോൾ ചില വെരിഫിക്കേഷൻസ്. അത് ആ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് പോയിട്ട് വരുന്നത് വരെ നമുക്ക് അതായത് ഒറിജിനൽ പാസ്പോർട്ടിന്റെ കാര്യമാണെങ്കിൽ കാത്തു നിൽക്കണം. പക്ഷെ തൽക്കാൽ പാസ്പോർട്ടിന് അത് വേണ്ട. കാരണം മുമ്പ് ഇയാൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വെരിഫിക്കേഷൻ പോയി വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല. തൽക്കാൽ പാസ്പോർട്ട് കിട്ടും. പക്ഷെ അങ്ങനെ തൽക്കാൽ പാസ്പോർട്ടുമായി പോയി വന്ന് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് കേസ് ഉണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ തന്നെ ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു കാര്യം. ഇദ്ദേഹത്തിന് 2022 അതായത് 2022 ഇടുക്കി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. വാഗമണ്ണിലെ ഒരു റൈഡുമായി ബന്ധപ്പെട്ട്. വാഗമണ്ണിൽ ഇദ്ദേഹം ഒരു ഓഫ് റോഡ് റൈഡിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ജീപ്പുമായി ബന്ധപ്പെട്ട്. ആ ജീപ്പ് റൈഡിന്റെ ഒരു പ്രശ്നത്തിൽ ഇദ്ദേഹത്തിന് RTOയുടെ ഒരു നോട്ടീസ് വന്നു. പോലീസിന്റെ ഒരു കേസ് വന്നു. ഈ കേസും കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഈ പറയുന്ന അപേക്ഷയിൽ മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആരോപണം പിന്നീട് പോലീസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പാസ്പോർട്ട് അതോറിറ്റിക്ക് ഇത് എന്ത് ചെയ്തു, പോലീസ് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ പുറത്താണ് ഉടനെ തന്നെ ഈ ഒരു പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഷോക്കോസ് നോട്ടീസ് പാസ്പോർട്ട് അതോറിറ്റി അയക്കുന്നത്. അദ്ദേഹം അത് സറണ്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷെ സറണ്ടർ ചെയ്തതാണെങ്കിലും സറണ്ടർ ചെയ്യുന്നതും ഈ പിടിച്ചെടുക്കുന്നതും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് വരിക. അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉടനെ തന്നെ ആ സമയത്ത് തൽക്കാൽ പാസ്പോർട്ട് എടുത്തുകൊണ്ട് നേരെ ദുബായിലേക്ക് പോയത്. 10 ദിവസത്തെ യാത്രയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. 10 ദിവസത്തെ യാത്ര അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തി. ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ജോജോ ജോർജിന് ഷോക്കോസ് നോട്ടീസ് വരികയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതില് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ജനുവരി 10 മുതൽ 3 ദിവസം യാത്രയുണ്ടായിരുന്നു. തട്ടിപ്പിലെടുത്ത പാസ്പോർട്ട് ഉപയോഗിച്ച് അമേരിക്കൻ യാത്രകൾക്കുള്ള രേഖകൾ ശരിയാക്കുകയായിരുന്നു ലക്ഷ്യം. 10 ദിവസത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് ഈ 3 ദിവസത്തെ യാത്ര പോയത്. പിന്നാലെ ഈ വർഷം ജനുവരി 16 റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് കിട്ടുകയും പിന്നീട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമാവുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ താരത്തിന് ഇത്തരത്തിൽ നടനെ ഇത്തരത്തിൽ പാസ്പോർട്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. നിയമലംഘനം തന്നെയാണത്. കാരണം നമ്മളുടെ പേരിൽ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് നമ്മളൊരു ഈ തത്കാൽ പാസ്പോർട്ട് ആണെങ്കിലും അത് എടുക്കുക എന്ന് പറയുന്നത് അതും കുറ്റത്തിന്റെ ഭാഗത്തിലുള്ളത് തന്നെയാണ്. അത് നിയമത്തിന് മുന്നിൽ വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കുറ്റം തന്നെയാണ്. ഒരു കുറ്റകൃത്യം മറച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടൊന്നുമല്ല,
അതും ഒരു കുറ്റം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിലവിലൊരു കേസ് നിലനിൽക്കുമ്പോൾ, നമ്മുടെ നിയമപ്രകാരം ഒരു കേസ് നിലനിൽക്കുമ്പോൾ നമുക്ക് രാജ്യം വിട്ടു പോകാനുള്ള അവകാശമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ അതിനും കുറെ അധികം മാനദണ്ഡങ്ങൾ പോയി കോടതിയിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതിന് കുറെ അധികം നമ്മൾ മുന്നോട്ട് പോയിട്ട് തന്നെ വേണം പോവാൻ. പക്ഷേ ഈ ഒരു രീതിയിൽ മറച്ചു വെക്കാന്ന് പറയുമ്പോൾ അത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. മലയാള സിനിമയിൽ നിന്നൊരു നടൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു വാർത്താ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ജോർജ് ജോർജിനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം പലപ്പോഴും പല പ്രതികരണങ്ങളിലൂടെ തന്നെ പല ആൾക്കാരും പ്രതികരിക്കാതെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജോർജ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കലി ആണെങ്കിലും എന്ത് കാര്യത്തിനോടാണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെ, അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നം ഉണ്ടായത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങി അതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. അന്ന് മുതൽ ജോർജിനെ കോൺഗ്രസ്സുകാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല ഇവിടെയുള്ള പല പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. അദ്ദേഹം ഈ അടുത്ത് സനൽകുമാർ ശശിധരനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പുറത്തൊരു ഫോൺ കോൾ ലീക്കാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു വിവാദം, ഒരു റിവ്യൂവറുമായി ബന്ധപ്പെട്ട് ജോർജ് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞൊരു വിവാദം സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. പിന്നെ ജോജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിലേക്ക് വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ഒരുപാട് അവഗണനകളും അവഹേളനങ്ങളും സഹിച്ച്, നാട്ടുകാരുടെ പരിഹാസങ്ങൾ സഹിച്ച്, ഇവനിപ്പം നടനാകും എന്നുള്ള കഷ്ടപ്പാട് ഈ കാര്യങ്ങളൊക്കെ സഹിച്ചു. സിനിമയിലൂടെയാണ് ഇനി വേണമെങ്കിൽ പറയാം, ജോസഫാണ് ഈ ജോർജിന്റെ ഒരു സിനിമയിലെ ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് പോകാൻ ഒരു ചവിട്ടുപടിയായി മാറിയതാണെങ്കിൽ ജോസഫും അതുപോലെ തന്നെ ജോഷിയുടെ മറ്റേ ഈ സിനിമയുണ്ടല്ലോ, ചെമ്പൻ വിനോദ് ജോസും അതുപോലെ തന്നെ പൊറിഞ്ചു മറിയം ജോസ്. എനിക്ക് തോന്നുന്നു പൊറിഞ്ചു മറിയം ജോസിനെക്കാട്ടിലും ആദ്യം റിലീസ് ചെയ്തതും ഇറങ്ങിയ സിനിമയായിരുന്നു ജോസഫ്. അല്ലെങ്കിൽ അത്രയും ഒരു നായക പ്രാധാന്യം, അല്ലെങ്കിൽ മറ്റേതൊരു ഹീറോയിറ്റിക് റോൾ ആണെങ്കിൽ മറ്റേതിൽ കുറെ കൂടെ ഒരു ഇമോഷണൽ പ്ലസ് ഒരു ത്രില്ലർ സിനിമയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ജോജുവിന്റെ ഒരു സിനിമയിലേക്കുള്ള ഒരു ഉയർന്ന കാൽവയ്പ് എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. അതല്ല ഞാൻ പറഞ്ഞത്, അത് മോശമാണെന്നല്ല. ആ പൊറിഞ്ചു മറിയം ജോസും അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം ആതിര പറഞ്ഞ ആ സിനിമയുണ്ടല്ലോ ജോസഫ്, ആ ജോസഫ് സിനിമയുമായിരുന്നു അദ്ദേഹത്തിന് 2 തലത്തിലുള്ള സിനിമകളായി അദ്ദേഹത്തിന് മാക്സിമം സപ്പോർട്ട് കിട്ടിയത്. ഒന്ന്, അഭിനയത്തിന്റെ അങ്ങേ അറ്റം കാഴ്ചവെച്ച ഒരു ഡ്രാമ മോഡൽ സിനിമ, അങ്ങനെ പറയാലോ നമുക്ക്, ഡ്രാമ മോഡൽ സിനിമയായിരുന്നു ജോസഫ്. അതിന്റെ പാട്ടുകളാണെങ്കിലും സീനുകളാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഒരു നടൻ അത് ചെയ്തു വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു നടനെ അവിടെ കമ്പാരിസൺ ചെയ്യാനേ പറ്റാത്ത രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു തലം ഉണ്ടല്ലോ, ആ തലത്തിലേക്ക് ഒരു നടനെ പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആ ഒരു സിനിമ വേറെ ആരെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, അതിൽ ജോജു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു അഭിമാനിക്കുക, അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ അതിൽ കൂടുതലൊന്നും ഇനി ലഭിക്കാനില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും. മാത്രമല്ല അത് ചർച്ച ചെയ്ത വിഷയമുണ്ട്. ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട്, അവയവ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ആശുപത്രികളിൽ നടക്കുന്ന തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ തന്നെ നടക്കുന്ന പല തട്ടിപ്പുകളും തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പല ആശുപത്രികൾക്കും ഭയം വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇത്തരം ചില തട്ടിപ്പുകൾക്ക് നേരെയൊക്കെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം പല ആശുപത്രികളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി എന്നുള്ളതും, ആളുകൾക്കൊരു അവബോധം വന്നു എന്നുള്ളതും വളരെ സ്വാഗതാർഹമാണ്. ICUവിൽ മരിച്ച ശേഷവും ICUവിൽ ഈ പറയുന്ന വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്രമേൽ ആഴ്ന്നിറങ്ങി അഭിനയിച്ച ഒരു മനുഷ്യനാണ് ജോജു. സ്വയം കണ്ടെത്തിയ ആളാണ് ജോജു. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, കയ്യിൽ 5 പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് കടത്തിന്റെ മുകളിൽ കടം വാങ്ങി ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്ത് വാങ്ങിക്കൊടുത്തു, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വാങ്ങിക്കൊടുത്ത് ജീവിച്ച ഒരു മനുഷ്യൻ എല്ലാത്തിനും അപ്പുറത്ത് ഒരു സഹനടനും അപ്പുറം ജൂനിയർ ആർട്ടിസ്റ്റായി നിന്നൊരു മനുഷ്യൻ പിന്നീട് സഹനടനാവുകയും അങ്ങനെ കയറി വന്ന് നായകനായി മാറുകയും ചെയ്ത ഒരു കാര്യം. മമ്മൂട്ടി അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാതിരാജ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മമ്മൂട്ടി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജോജുവായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ ജോജുവിനെ ഇപ്പം ഇത്തരത്തിൽ പാസ്പോർട്ടൊക്കെ പ്രശ്നം വന്നു. പക്ഷെ ജോജു ചെയ്ത തെറ്റെന്താ? ജോജു ചെയ്ത തെറ്റ് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. അത് വലിയ തെറ്റാണ്. അത് ചെറിയ കുറ്റമാണെങ്കിലും മറച്ചു വെക്കുന്നത് തെറ്റാണ്. പക്ഷെ ഇത് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇവിടത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും എത്രയോ അധികം കേസുകളിൽ പെടുന്നുണ്ട്. എത്രയോ അധികം കേസുകളിൽ ചെറുപ്പകാലം മുതലേ കേസുകളുണ്ട്.
എന്നിട്ട് ഇവർക്കൊക്കെ പാസ്പോർട്ട് കിട്ടത്തില്ലേ? ഇവരുടെയൊക്കെ പോലീസ് വെരിഫിക്കേഷൻ ആരാണ് നടത്തുന്നത്? ഇവർക്ക് എങ്ങനെയാണ്? അല്ല, അതാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ്? പക്ഷെ സർക്കാർ കേന്ദ്രത്തിന്റെ ആണല്ലോ, ഈ പാസ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്രമാണല്ലോ. അപ്പൊ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ ഇത് കിട്ടിപ്പോകും. അതായത് പരസ്യമായി കേസുണ്ട് എന്ന് ഏത് ആളുകൾക്കും അറിയാവുന്ന പൊതു ഇടങ്ങളിൽ ലഭ്യമാവുന്ന കാര്യങ്ങൾ ഉണ്ടായ നേതാക്കന്മാർക്ക് പോലും പാസ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിദേശ രാജ്യത്ത് ഇപ്പോഴും മുങ്ങി നടക്കുന്ന വ്യവസായികളുണ്ട്. നമ്മുടെ വിജയ് മല്യ പോലുള്ള ആളുകളില്ലേ? ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരാൾ പറന്നു പോവുക, എന്നിട്ട് അവിടുത്തെ ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളും അറിയുന്നു, അവരും അറിയുന്നു. ഇപ്പൊ കൈലാസ രാജ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, നിത്യാനന്ദയെ കുറിച്ച്. അപ്പൊ നിത്യാനന്ദ ഇവിടെ നിന്ന് പോയത് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടല്ലേ പോയത്? അപ്പൊ ഇക്വഡോറിൽ അടുത്തൊരു ദ്വീപ് വാങ്ങി കൈലാസ രാജ്യം സൃഷ്ടിച്ച് അവിടെ ഒരു രാജാവായിട്ട് വാഴുകയാണ് പുള്ളി. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പാസ്പോർട്ടിൽ പക്ഷെ എന്താണ് ചെയ്ത് താൻ ഒരു പ്രശ്നത്തിൽ ഉണ്ടെങ്കിൽ അത് പാസ്പോർട്ടിൽ രേഖപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം പാസ്പോർട്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പാസ്പോർട്ട് ഓഫീസർ പരിശോധിക്കും. എന്നിട്ട് വലിയ പ്രയാസകരമായ കുറ്റകൃത്യമൊന്നും അല്ലെങ്കിൽ ഇവർക്ക് പാസ്പോർട്ട് അനുവദിക്കും. അതായത് ഭീകരമായ ഇപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനം, അതുപോലെ തന്നെ കൊലപാതകം, റേപ്പ് കേസുകൾ, കൊള്ളയടിക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇവർക്ക് പാസ്പോർട്ട് കൊടുക്കാറ് തന്നെയാണ്. കളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൊടുക്കും. ഈ ചെറിയ അടിപിടി കേസുകൾ, റൈഡിങ് കേസുകൾ, ചെറിയ വാഹനാപകടങ്ങൾ, ഈ പിന്നെ എന്താണ് കശപിശകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇവർ സാധാരണ പാസ്പോർട്ട് കൊടുക്കാത്ത പ്രശ്നം വരാറില്ല. പക്ഷെ അത് ഇദ്ദേഹം എന്തോ അറിവില്ലായ്മ കൊണ്ടോ എന്തോ എനിക്കറിയില്ല, അദ്ദേഹം മറച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ പോയാലോ എന്ന ചിന്തയിലായിരിക്കാം അത് മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തെ ബുദ്ധിയാണ് അദ്ദേഹത്തെ ഒരു പ്രശ്നത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തായാലും അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ?